ഇപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്ത് തന്നെ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് വിജയമൂർത്തി. വിജയമൂർത്തി. അതെ. അപ്പോ ആദ്യമായിട്ട് മത്സര രംഗത്ത് ഞാൻ 2005 ഇവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അന്ന് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അതെ. ഇത്തവണ സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് താങ്കൾ സ്വതന്ത്രനായെന്ന് തോന്നുന്നു. അതെ, ഈ പ്രാവശ്യം ഞാൻ ജയിക്കുമെന്നുള്ള എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്വതന്ത്രനായിട്ട് തന്നെ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചത്. കാര്യം ഇവിടെയുള്ള വാർഡുകളിലൊന്നും വികസനങ്ങളൊന്നും നേരെ എത്തിയിട്ടില്ല. കാര്യം 5 വാർഡും ബൂത്തുകളിലാണെങ്കിൽ അവിടെ ഈ ഇതുവരെയും വികസനങ്ങൾ എത്തിയിട്ടില്ല. കാര്യം റോഡുകൾ നിങ്ങൾ ആ ഭാഗത്ത് പോയി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. റോഡുകളിലെ ഓട കെട്ടിയതിന് ശേഷം ഇതുവരെയും സ്ലാബ് പോലും ഇട്ട് നികത്തിയിട്ടില്ല. അതുപോലെ തന്നെ കുടിവെള്ള വിഷയങ്ങൾ ധാരാളമുണ്ട്. കാരണം ഇവിടെ 4-5 ദിവസം കൂടുമ്പോഴാണ് കുടിവെള്ളം കിട്ടുന്നത്. കാര്യം ഇത് കോർപ്പറേഷൻ മേഖലയാണ്. അപ്പോൾ എന്നിട്ടും ഈ 2-3 തവണകളായിട്ട് ഇവിടെ നിന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും ഇതിനു വേണ്ടിയിട്ടൊന്നും ഒരു മുൻകൈ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, വളരെ ശോചനീയ അവസ്ഥയിലാണ് ഈ ബസ് സ്റ്റാൻഡൊക്കെ കിടക്കുന്നത്. വരുന്ന 5 വർഷക്കാലം താങ്കൾ ജയിക്കുകയാണെങ്കിൽ താങ്കളുടെ ഭാഗമായി ഇവിടെ എന്താണ്? കാരണം ഇനി ജയിച്ചു വന്നാൽ സ്വതന്ത്രനാണ്, 3 മുന്നണിക്കകത്തും കയറാൻ പറ്റില്ല. ഇനി താങ്കൾക്ക് ജയിച്ചു വന്നാൽ ഈ 3 മുന്നണിയിൽ എവിടെയെങ്കിലും ചേക്കേറാൻ താല്പര്യമുണ്ട്? ഞാൻ സ്വതന്ത്രനായിട്ട് ജയിച്ചു വന്നാൽ നാടിന് വികസനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് എവിടെയാണോ നമുക്ക് എത്തിപ്പറ്റാൻ കഴിയുക അവിടെ വന്നുകൊണ്ട്, അതായതിപ്പോൾ തന്നെ LDF UDF ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്രനായിട്ട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സീറ്റിൻ്റെ കുറവാണല്ലോ ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ നിന്നുകൊണ്ട് നമുക്കൊരു സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വികസനങ്ങൾ കൊണ്ടുവരാനാണ്. കാരണം എനിക്കിവിടെ കുടിവെള്ളത്തിന്റെ വിഷയങ്ങൾ ധാരാളം ഉണ്ട്. അതിനത് കൊണ്ടുവരണം. താങ്കൾ കുടിവെള്ളം ചെയ്യും, അടുത്ത കുടിവെള്ളം കൊണ്ടുവരണം, റോഡിന്റെ വികസനം കൊണ്ടുവരണം. പിന്നെ അത് പറഞ്ഞിട്ട് പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജോലികളും ഇപ്പോൾ എല്ലാ ജോലികളും അവരെ വീതം വെച്ചൊക്കെ പോവുകയാണ്. പാർട്ടിക്കാർ തന്നെ വീതം വെച്ച് പോവുകയാണ്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള സാധാരണപ്പെട്ട ആൾക്കാർക്ക് പോർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നാട്ടുകാർക്കും പുറത്തും ഉണ്ടാകും. ഇപ്പൊ ഈ ആദ്യം ഈ പ്രദേശത്ത് ലാഷറുണ്ട്, മോറിൻ ക്രൂ ഉണ്ട്, പിന്നെ ട്രക്ക് ITV ഉണ്ട്, പിന്നെ അതുപോലുള്ള പല ജോലികളുമുണ്ട്. നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലികൾ ഇനിയിപ്പോൾ അവിടെ തന്നെ അസാപ്പ് വഴി പഠിപ്പിച്ച് അവരുടെ ജോലി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ജോലികളുണ്ട്. അപ്പൊ ഒരു വലിയൊരു വികസനമായിരിക്കാം ഒരുപക്ഷെ താങ്കളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നത്. ഒരുപാട് തൊഴിൽ മേഖല താങ്കൾ വഴി ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഞാനൊരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. ആ ചാനൽ വഴി നിരവധി ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് ഇവിടെ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട്. കാര്യം ആദ്യം ഇവിടെ ഒരു 10 കിലോമീറ്റർ ദൂരെയാണ് പറഞ്ഞിരുന്നെങ്കിലും അതിന് മുകളിലായിട്ടുള്ള ആൾക്കാർ വരെ ആദ്യം അപേക്ഷ കൊടുത്തവർക്ക് ഇപ്പം ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഴിഞ്ഞ മേഖലയിലൊക്കെ ജോലികൾ കുറവാണ്. ഇവർക്കൊന്നും കൊടുത്തിട്ടില്ലെന്ന് വേണം പറയാൻ. കാര്യം വെച്ചാൽ അതിന് ഞാൻ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ ഈ വിഴിഞ്ഞം പ്രദേശത്തുള്ള ആൾക്കാർക്കായിരിക്കും എനിക്ക് ആദ്യത്തെ പരിഗണന കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുള്ള ആൾക്കാർക്കും ഞാൻ ജോലി നൽകും എന്ന് പറയുന്നു. എല്ലാവിധ വിജയാശംസകളും. ഓക്കെ.